ഭയങ്കര കളിയാണല്ലോ. വിശപ്പൊന്നും ഇല്ല ഇന്ന്. തെറ്റിച്ച് അമ്മക്ക് ചോറന്ന് എനിക്ക് അച്ഛൻ 4 മണിക്കൊന്നും തന്നില്ല. കഴിച്ചോടാ. അവല ഇത് ശർക്കര നാളികേരൊക്കെ ഇട്ട് നല്ലാടാ. രാത്രി അവലാണോ തിന്നണമ്മ? മോനെ അരി തീർന്നൂടാ. അമ്മ കടയിൽ നിന്ന് വന്നപ്പോഴാ കാണണേ. നമുക്ക് നാളെ വാങ്ങിക്കാടാ കണ്ണാ. അച്ഛമ്മരെ കൊണ്ടൊന്നും മേടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കാശൊന്നും ഞാൻ പോയി മേടിക്കൂലേ. എന്റെ കണ്ണ അച്ഛമ്മ വയ്യാണ്ടപ്പുറത്ത് കിടക്ക. അച്ഛമ്മക്ക് എന്തോ ചായ? എന്ത് വയ്യായാന്നോ? നീ പനിവരം കള്ളപ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലേ? ആ വയ്യായിപ്പോ അച്ഛമ്മയ്ക്കാ വന്നിരിക്കണേ. അച്ഛമ്മയുടെ അപ്പുറത്തുണ്ട്. കഴിക്കടാ മോനെ. എടാ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ടാവില്ലേ. തൊടണ്ട, പൊയ്ക്ക, പകരൂ. അച്ഛനക്ക് വയ്യ. മഞ്ജുളോട്ടെന്നൊരു പാമ്പുണ്ടായിരുന്നല്ലോ, അതവിടെ പോയി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പൊക്കോ. ഇന്നച്ചമ്മ ഇത് വെച്ചാ മതി, പെട്ടെന്ന് പനി പോവും. വല്ലതും കഴിച്ചാ? ഞാൻ തിന്നോളാം. നീ ഇത് കഴിച്ചേ. ആ അതാ. അമ്മ ഈ തുണി വീണ്ടും നനച്ചിരുന്നാ? വേണ്ട, വെള്ളം കൊടുത്താ. ആ വന്നാ. ആ ഇതേ നോക്കിയേ, മാമ വാങ്ങിച്ചതാ പോലീസ് ബൈക്കാ. ലൈറ്റ് ഉണ്ട് കണ്ടാ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അണ്ടർടേക്കറിലുണ്ട്. അവന് ഇതിലെ വരാ. അതാരണ്ടേക്കറ്? ഇടിക്കാരനാടാ. അവന്റെ അനിയനുണ്ട്, അവന്റെ മുഖത്തെ ആശ്രയിച്ചു. അതാന്റെ മോമ്മൂടി വെച്ചാരാ. രണ്ടുപേരും അടിച്ചു പൊരിഞ്ഞിടിയ മോനെ. ആ ഇത് കണ്ണൊക്കെ എങ്ങനെ അറിയാ? അതൊക്കെ അറിയാടാ, വിനുവിന്റെ ഉള്ളുണ്ട്. ആ ചിരിയും ജലജൊക്കെ കാണാറുണ്ട്. നല്ല രസാ. പക്ഷേ മാമൻ പറഞ്ഞേ ഇതേ പോലീസ് ബൈക്കാണെന്ന്. നോട്ടെ. കണ്ണൻ ചേട്ടൻ അവൽ നനച്ചാ യാത്രഞ്ഞ ആടാ. അവല് യാത്ര കഴിഞ്ഞാലേ വയറിനൊക്കെ നല്ല മസിലായിരിക്കും. കണ്ട നല്ല ചത്തിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നില്ല. പക്ഷേ മാമൻ്റെ കോഴിയിറച്ചിയായിരുന്നു. വയറ്റ് തീരെ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ നാളെ തുടങ്ങി തിന്നു തുടങ്ങാം. എന്നും തിന്നട്ടാ. ചേട്ടാ ഈ നിജാം ബാക്ക് ഉണ്ടോ? നിജാം ബാക്ക് എനിക്ക് നിനക്കൊന്ന് മത്സരിച്ചു വാങ്ങുന്ന നിജാം ബാക്ക്. ഒന്ന് പോടാ വിട്ടോടി. കാലത്തിന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്താ ഇതേ പല്ലുട്ടിക്കുള്ള ആളുവനുണ്ട്. ചേട്ടൻ പബ്ലിക്കം അച്ചാച്ചോ സ്കോറെന്തായി? എന്താണ് ഒരു പ്രാർത്ഥന? നല്ല കാട് കിട്ടാനാ. ദേ നമ്മുടെ സച്ചിൻ ദൈവം വിളി കേട്ടറാ. ഇത് പബ്ലിക്കമ്മ പല്ലിട്ട ആളല്ലേ, തിന്നുമ്പോ സൂക്ഷിക്കണട്ടാ. ഇന്നാരും ഉമ്മച്ചില്ല ദാമരട്ടെ കണ്ടേ. എന്നിട്ട് ബബിൾക്കം വിഴിഞ്ഞ ഇന്ന് രാത്രി നീ കിടന്നിട്ട് എണീച്ചാലേ നീ ചത്തു. സുഭീഷണന്റെ കളി ഒട്ടാകണ. പേടിക്കണ പേടിക്കണ. ആകട്ടെ തുറക്ക്. കുഴപ്പമില്ലടാ. ഉച്ചക്ക് ചാള കൂട്ടണേന്നല്ലേ? ചത്തുപോവോ? അസുഭീഷണ പറഞ്ഞേ പുള്ളായിരിക്കുള്ളൂ. സുബിച്ചേട്ടൻ എല്ലാ ദിവസവും കടിക്കുന്നതല്ലേ, പിന്നെ ആ കടയിലത്തെ ചന്ദ്രേട്ടനും പറഞ്ഞില്ലേ ഇതെന്തായാലും പുള്ളല്ലായിരിക്കും. ആ അത് ശരിയാട്ടാ, അവന് ദാന പ്രക്രിയൊക്കെ അറിയാ. പിന്നെ നീയേ ഉറങ്ങാണ്ടിരിക്കും. ഉറങ്ങിയാലേ ചത്തോളോ. നീ പിന്നെ അച്ഛനോടും അമ്മനോടൊന്നും പറഞ്ഞാട്ടാ, നല്ല അടിട്ടൂട്ടാ. കണ്ണൻചേട്ടാ ഞാൻ ചത്തുപോയാലേ എനിക്ക് വാവേനെ കാണാൻ പറ്റില്ല, കണ്ണൻചേട്ടനെ കാണാൻ പറ്റില്ല, രമേനെ കാണാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷിക്കോ? ആ രക്ഷിക്കാടാ. നീ കുറെ വെള്ളം കുടിച്ചോ, പിന്നെ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ. അപ്പത്തേക്ക് ഞാനൊരു നീ രക്ഷപ്പെടാനുള്ള വഴി കൊണ്ടുവരാ. ചത്തു.
അന്ന് സുഭിച്ചേണ്ട ദിവസമായിരുന്നു. ഞാൻ ശരിക്കും പെട്ടുടാ. ചില ദിവസം എങ്ങനെയാ, ദേ ഇപ്പൊ ഞാൻ പെട്ടില്ലേ. അപ്പോ വീണ്ടും നിങ്ങൾ സുഭിച്ചനോട് തോറ്റ് തുന്നാൻ പാടില്ലേ? തോറ്റ് നാണം കിട്ടുപോയി. ശരിക്കും കുറെ തോറ്റാലും ഉണ്ണിയും കണ്ണൻ നിന്നിട്ട് അടിപൊളി. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേ. പിന്നല്ലേ ചക്രത്തിന്റെ കാര്യം മനസ്സിലായി. ചക്രത്തിന്റെ കാര്യോ? ആ, പിൻചക്രവും മുൻചക്രവും ആ എല്ലാം പറയടാ. ടയർ ശരിക്കും വെച്ച് അപ്പൊ ബബിളും പഞ്ചരട്ടിയല്ലേ? ചെറുതായിട്ട്. ചെറുതാണല്ലേ. അപ്പൊ ബബിളും വീങ്ങിട്ട് എന്തായി? ചാകാതിരിക്കാൻ നമ്മൾ ദൈവത്തെ വിളിക്കില്ലേ? അങ്ങോട്ട് മനസ്സറിഞ്ഞു വിളിച്ചു. ദൈവമേ കൈവിടാതെങ്ങു ഞങ്ങളെ മഞ്ഞറാക്കുന്ന നീയെന്നോ. ഇന്ന് നല്ല ഉണ്ണിയായല്ലോ ദൈവമേ. എന്ത് പറ്റിയാവോ? നാഴമേറും നിൻമഹശാഴിയിൽ ങ്ങളാകവേ. കണ്ടിട്ടെന്തായി? രക്ഷിക്കോ? എവിടെ ചെറ ഉണ്ണിടമ്മ രണ്ടാള് തൊപ്പിക്കുന്നുണ്ടല്ലോ. കണ്ണൻചേട്ടാ, അതെ കണ്ണൻചേട്ടൻ ഈ വണ്ടി എടുത്തോ, വേണമെങ്കിൽ ഈ മുറിയിലത്തെ എന്തെങ്കിലും എടുത്തോ. ആ വണ്ടി അതെ ഈ വെളിച്ചെണ്ണ വണ്ടി എന്നിട്ടില്ല. അതെ, ഈ വെളിച്ചെണ്ണ പുരട്ടിയാ പിന്നെ ചക്കപ്പശ ഒട്ടൂല. ഒട്ടില്ലേ? ഇല്ല. ദേ ഇങ്ങനെ കയ്യിലാക്കി കൊടുത്താ മതി. ഡൗണ്ണേ നിനക്ക് വല്ല മനസ്സിലായ? ഇല്ല കണ്ണൻചേട്ടാ, ഇത് കേടായി. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. എടാ മണ്ട, നീ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചാൽ മതി. ബബിൾക്കത്തിന്റെ പശ പോവും. എന്തായാലും പോവും. പിന്നെ ഈ പോലീസ് വണ്ടി ഇല്ലേ, ഞാൻ ശരിയാക്കി തരാം. നീ പോയി ആരും കാണാതെ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചോ. പക്ഷെ വണ്ടി തന്നെ ശരിയാക്കി തരണട്ടാ. ആ താ. അതെ, പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് ഉറങ്ങാണ്ടിരുന്നു. ഉറങ്ങാലേ ചത്തുള്ളൂ. നീ പേടിക്കണട്ടാ. ഈ ചിരട്ടകത്തും ഒരു ശബ്ദം ഉണ്ടല്ലേ, വിഷുവിന് തലച്ചക്രം കറങ്ങണ മാതിരി. നീ ഉണ്ടിക്ക് പഠിക്കാണ്ടത് വെള്ളം വെച്ച് കെടുത്താ നോക്കി. തേക്കാനത് മതിയാ? കെടുത്തട്ടെ? മതി മതി, നീ അത് കെടുത്തിയ. അവന്റെ യൂണിഫോം എന്തെങ്കിലും തേക്കണ്ട. ഉണ്ണിടമ്മേ, എന്തോ ഉണ്ണിണ്ടില്ലേ? അവനെ നീറ്റില്ലടാ. അതെയാ? അവനെപ്പോ വിളിച്ചാലോ? കൊറേ നേരം അങ്ങനെ തുടങ്ങണു. അത് ശരിയാ, ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ അവൻ. നീ ഒന്ന് പോയി വിളിച്ചു നോക്കിയേ. നീറ്റോ? നീ കണ്ട നീ വാ വാ. നീ ഉറങ്ങിയില്ലേ? നമുക്കല്ല കുഴപ്പമുണ്ടാ? കണ്ണൻചേട്ടോ, മുക്കട ശരിക്കും മുക്ക്. മുക്കി നോക്ക്, അപ്പൊ പോവും. പോയാ പോയാ. ഞാനിപ്പോഴും ജീവിച്ചിരിക്കണേ അറിയണ ചാത്തന്നെ അല്ലല്ലേ? അതേല്ലേ. എന്നിട്ട് കണ്ണൻചേട്ടൻ വണ്ടി ശരിയാക്കിയ? ഇന്നലെ ഞാൻ മഞ്ജുള ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മഞ്ജുള ഞാൻ നമ്മ വിചാരിക്കുന്ന ആളട്ടെ മോനെ, വലിയ കണ്ടുപിടുത്തക്കാരനാ. ആ, മഞ്ജുള ഞാൻ വീട്ടിൽ മുഴുവനേ വണ്ടി ശരിയാക്കണ സാധനങ്ങളാ. തീ കത്തിട്ട് കറങ്ങണ ഫാൻ വരെ ഉണ്ട്. ആ, എന്നിട്ട് വണ്ടി ശരിയാക്കി തന്നാ? അത് മാത്രം ആൾക്കാരില്ലെന്ന് പറഞ്ഞു. എന്നിട്ടേ ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് വണ്ടി എങ്ങനെ ശരിയാക്കി? ആ, നീ പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി തരോ?
അതെല്ലേ? എന്തരാ? അയ്യോ കണ്ണൻ ചേട്ടാ, എനിക്ക് വീണ്ടും വന്നു. കണ്ണാ കണ്ണാ ഡാ കണ്ണാ, ഈ ചെക്കനിത് എവിടെ പോയി? ആ കണ്ണുണ്ടോ അവിടെ? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഈ ചെക്കൻ പല്ല് വെച്ച് രാവിലെ മോറ് കഴുകാണ്ട് കിടക്കുക. ഇന്നലെ ആണെങ്കിൽ തീരെ ഉറങ്ങിയിട്ടില്ല. എന്തു പറ്റിയാവോ? അല്ല, നാരായണിയമ്മനെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. അമ്മയ്ക്ക് തീരെ വയ്യ, ഇന്നലെ പനിയാ. കുറവില്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം. എനിക്ക് തോന്നി എന്തോ വയ്യാണ്ടെന്ന്. കണ്ണാ, ഇന്നലെ തൊട്ട് നോക്ക ഈ ചക്ക തരാൻ. ഈ വയ്യാണ്ടിരിക്കുമ്പോ എന്തിനാ അതിനെ കുറിച്ച് ചക്ക? സമയമാണല്ലോ. സാരില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കും. കണ്ണാ, നീ ഇതെവിടെയായിരുന്നു? എന്തമ്മ? പല്ല് വെച്ചടാ നീ. ആ ഇത് വെച്ചോ, ഇന്ന് തന്നെ കൊണ്ടുപോയി ഡോക്ടറെ വേണ്ട കാണിക്ക്. വേണ്ട, കാശിലേണ്ട. ഇത് വെച്ചോ, ഇത് കയ്യിൽ വെക്ക്. അന്യന്മാരല്ലോ, മേടിച്ചോ, കടയിട്ട് കൂട്ടിയാ മതി. എനിക്ക് നീ കാരണ എനിക്ക് അറിയിട്ടേ അല്ലയോ എനിക്ക് കിട്ടിയില്ല. അയ്യോ ഇതാ പിള്ളേർക്കുള്ളതാ. അളിയോ അതൊക്കെയല്ലോ. മഞ്ജു വരും. എടി മഞ്ജുവോളെ, എനിക്ക് കുറച്ച് ഈത്തപ്പഴം. വാ 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 വാ. പതുക്കെ പതുക്കെ ഇരുന്നോ എല്ലാവരും. എന്നാ, എടുത്തോ. താഴത്തെ കളയിട്ടാ. എന്താടാ ഞാനിരിക്കട്ടെ. എല്ലാരും കിട്ടിയില്ലേ? ഇതിന്റെ ഒരു വയറ്റി പോയാലേ മുളച്ച് ചെടിയാവും. ഡാടാ വേണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ നീ. ഇന്നെന്താ ക്രിക്കറ്റ് കളിയൊന്നുമില്ല? പന്തോട്ടി എടാ പന്ത് പൊട്ടിയെങ്കിൽ പൊട്ടി പന്ത് വെച്ച് ഏറും പന്ത് കളിക്കണം. നമുക്കൊന്ന് പിടിച്ചടിച്ചാല മഞ്ചലാട്ടാ. അതൊന്നും വേണ്ട. ഞാൻ ഒന്നല്ല മഞ്ചുലേട്ടാ, ആ വിനുവാണ്. അവനാള് ശരിയല്ല, അവൻ പ്രശ്നാ. കഴിച്ചോ? പന്ത് കാണിച്ച്. ഇതിന്റെ അത് കല്ലുപ്പുണ്ട്. പന്ത് വാങ്ങുമ്പോൾ നോക്കിയിട്ട് വാങ്ങണം. ചേട്ടൻ കാശ് വരും, ഞങ്ങൾ കുലുക്കി വാങ്ങിക്കാം. തരാടാ. എടാ ഈ വാങ്ങിച്ച് കളികളൊക്കെ എന്നാ ഉണ്ടായത്? ഞങ്ങൾ കൊണ്ട് ഈ പന്ത് ഉണ്ടാക്കും. അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ സൈക്കിളിൻ്റെ ട്യൂബില്ലേ, അതിങ്ങനെ മുറിച്ച് മുറിച്ച് റബ്ബർ ബാൻഡ് പോലെ ആക്കി അതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി നമ്മൾ പന്തുണ്ടാക്കും. അത് കുത്തിയാ പൊന്തോ? ആ പൊന്തോന്നാ. എടാ ഭയങ്കര സ്പീഡാ. ഒരൊറ്റ അടി അടിച്ചാൽ അങ്ങനെ പറക്കും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കണം. മഞ്ചലോട്ടം കുറെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? നല്ല ചോദ്യം. അല്ല മഞ്ചലോട്ടം ശരിക്കും പണി. എടാ ഞാനവിടെ ഒരു വലിയ കമ്പനിയിൽ കണക്കൂട്ടില്ല. ഒരു പൊട്ടപ്പണി. അത്യാവശ്യം കാശ് കുറച്ച് കിട്ടും, പക്ഷെ ഒരു പേട്ടപ്പണിയാണ്. അപ്പൊ വണ്ടി ശരിയാക്കലല്ലേ? എടാ അത് ആഗ്രഹം, ഇത് തലവര. ആ മഞ്ജുളേട്ടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ തലയിലത്തെ ചുഴിയില്ലേ, അത് നോക്കിയേ നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. നീ ആ തലങ്ങൾ കൊണ്ടുവന്നേ നോക്കട്ടെ. ചേട്ടന്റെ കാണാൻ നിനക്ക് ഒരെണ്ണൂട്ടാ. നിനക്ക് എന്തായാലും ഒരു കല്യാണം കഴിക്കാം. എനിക്ക് 3 ഉണ്ട് കേട്ടാ. 3 അല്ല 30. തലയിലുള്ള വട്ടച്ചോലയുടെ പാടൊന്നും ചൂടിയല്ലാട്ടാ. പോടാ. മഞ്ചള ചേട്ടോ, ആ എന്റെ അച്ഛൻ മോറിനാണ് മഞ്ചള ചേട്ടൻ കഥ എഴുതുന്ന. അതെ, അച്ഛൻ പണ്ട് നാടക കഥകൾ എഴുതായിരുന്നു. അതുകൊണ്ട് പണ്ട് കഥകൾക്ക് വലിയ പഞ്ഞില്ലായിരുന്നു. ഇത് വെറുതെ പന്തും പൊട്ടിരിക്കല്ലേ. മഞ്ജുളൻ ചേട്ടനൊരു കഥ പറ. പക്ഷേ പുളു കഥ വേണ്ടട്ടാ. പുളു അല്ലാത്ത കഥ. അപ്പം ഏത് കഥ പറയും? അങ്ങനെയാണെങ്കിൽ ഒരു ഭൂതത്തിൻ്റെ കഥ പറയാം. അയ്യേ, ഭൂതത്തിന്റെ കഥയല്ലേ? ആ കഥക്ക് എനിക്കറിയാം. ഇത് നിനക്ക് അറിയാത്ത ഭൂതത്തിൻ്റെ കഥ. ഒരിക്കൽ ഒരിടത്ത് ഒരു വലിയ പുഴയുടെ തീരത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ പുഴ വഴി ഒരു ഭൂതം ചെറിയ വഞ്ചിയിൽ അങ്ങനെ വരികയായിരുന്നു. അപ്പോൾ അതാ പുഴയുടെ തീരത്ത് 2 കുട്ടികൾ ഓടിക്കളിക്കുന്നു. ഒരു ഉണ്ണിമോനും ഒരു ഉണ്ണിമോളും. ഭൂതത്തെ കണ്ടതും ഉണ്ണികൾ പേടിച്ചു. അവരവരുടെ അമ്മയുടെ അരികിലേക്ക് ഓടി.
ഭൂതമുണ്ടോ വിടാൻ? വഞ്ചിയെ കരക്കടുപ്പിച്ച് അമ്മയെ ചേർത്ത് പിടിച്ച് പേടിച്ചു നിൽക്കുന്ന ഉണ്ണികളെ തന്നെ ലക്ഷ്യമാക്കി ചിലമ്പണിഞ്ഞ കാലുകളുമായി ഭൂതം ഉണ്ണികളുടെ വീട്ടിലേക്ക് നടന്നു കയറി. അപ്പുറത്ത് വയ്യാതെ അവശനായിരിക്കുന്ന ഉണ്ണികളുടെ അച്ഛനെ അവഗണിച്ച് ഭൂതം അരക്കെട്ടിൽ നിന്നൊരു ചുവന്ന കിഴി പുറത്തെടുത്തു. എന്നിട്ട് ഉണ്ണികളെ ഭൂതത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. പക്ഷേ ഒരു ഭൂതത്തിനും തങ്ങളെ അമ്മ വിട്ടുകൊടുക്കില്ലെന്ന് ഉണ്ണിക്ക് നല്ല ഉറപ്പായിരുന്നു. അവൻ അമ്മയോട് കൂടുതൽ ചേർന്ന് നിന്നു. ഭൂതം പിന്മാറിയില്ല. അമ്മയുടെ മടിയിലേക്ക് വീണുകൊണ്ടിരുന്ന സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അമ്മ ഒന്ന് പതറി. അപ്പൊ അതാ ആ തക്കത്തിന് ഉണ്ണിമോന്റെ കൈകളിൽ ഭൂതം കയറി പിടിച്ച് വലിച്ചു. ഉണ്ണി പേടിയോടെ കരഞ്ഞുകൊണ്ട് അമ്മയെ കൂടുതൽ ചേർന്ന് നിന്നു. അമ്മ കണ്ണീർ ആയുധമാക്കി. എന്നിട്ടും ഭൂതം പതറിയില്ല. ഒരു ഉണ്ണിയെങ്കിലും ഇല്ലാതെ മടങ്ങില്ലെന്ന് ഉറച്ച് കോപം പൂണ്ടു നിൽക്കുകയായിരുന്നു ഭൂതം. അമ്മയുടെ കൈകളിൽ നിന്ന് ഉണ്ണിയുടെ കൈകൾ പതിയെ നഷ്ടമായി. ഉണ്ണുമോൻ ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ടു. എന്നിട്ടും അമ്മ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റില്ല. ഉണ്ണിമോന്റെ മേലിൽ നിന്ന് പിൻവലിച്ച അതേ കൈകൾ കൊണ്ട് അമ്മ അപ്പോൾ സ്വർണ്ണ നാണയങ്ങളെയും ഉണ്ണിമോളെയും ചേർത്ത് വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. ആ കാഴ്ച ഉണ്ണിമോനൊരു ഞെട്ടലായിരുന്നു. ഭൂതം അപ്പോൾ അവനെ കൂടുതൽ ശക്തിയിൽ വലിച്ചു നടത്തി, വഞ്ചിയിൽ കയറ്റി. എന്നിട്ടും അമ്മ അവന് പുറകെ കരഞ്ഞുകൊണ്ട് ഓടി വന്നില്ല. അമ്മയ്ക്ക് തന്നെ വേണ്ടേ? അവന് ഭൂതത്തിന്റെ കയ്യിലകപ്പെട്ടതിലും വലിയ സങ്കടം അതായിരുന്നു. അവൻ്റെ അച്ഛൻ മരിച്ചതുപോലും അറിയാതെ, അമ്മ അവനെ അത് അറിയിക്കാതെ അവൻ ഭൂതത്തിനൊപ്പം യാത്രയായി ഭൂതങ്ങളുടെ നാട്ടിലേക്ക്. ഒന്ന് രണ്ടാവണ അച്ഛന് ഇഷ്ടല്ല. അത് കഴിച്ച ചത്തുപുത്ര. അത് വെറുതെയാ. ഇത് നാലേ വയറുവാനെടുക്കും. അതെങ്ങനെ അറിയാ? ഞാൻ ഇത് കുറെ വാട്ടം തന്നുണ്ട്. അതേ മധുരം പെട്ടെന്ന് പോവും. പിന്നെ തനിയ റബ്ബറോ ഒട്ടിപ്പിടിക്കും. പിന്നെ വെളിച്ചെണ്ണയാക്കി വിടും. അയ്യോ ഷോ പറഞ്ഞേട്ടപ്പളേ എനിക്കും കൊതിയാണ്. ഈ വെള്ളിയാഴ്ച പറഞ്ഞാച്ച ചെലപ്പോ വാങ്ങിച്ചു തരും. അതെന്താ ഈ വെള്ളിയാഴ്ച? അന്നെ പറഞ്ഞാളാ. എന്റെ പറഞ്ഞാളും സത്യം. അമ്മ സത്യം. ഈ വരണ വെള്ളിയാഴ്ചല്ലേ? അപ്പൊ നമ്മൾ സെയിം പിച്ചായില്ല. ടീച്ചറെ അയ്യേ മായാവിയെ, ഞങ്ങളൊക്കെ മാജിക് നല്ല ആൾക്കാരാ. കണ്ണനൊക്കെ ചമ്പൻ തുമ്പനാ. അവർക്കൊക്കെ വണ്ടി ഉണ്ടല്ലോ. ഇന്നലെ ചലിച്ചോണ നിന്റെ ബാഗ്. എനിക്ക് സുപ്പാണ്ട് ഇഷ്ടം. അതാണ് ചിരിച്ചു മരിക്കും. അതിന് നിന്നോട് ആരും ചോദിച്ചാ? നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ വരുന്നില്ലേ? ഞാൻ പോട്ടോ. കള്ളപ്പേജാ നിന്നെ ചന്ദ്രനെ പറ്റിച്ചാ? കള്ളപ്പേജൊന്നല്ലേ? കള്ളപ്പേജാ. നീ ആദ്യമായിട്ടല്ലേ ബൈക്ക് കയറണേ? പിള്ളേരൊക്കെ കണ്ടുട്ടാ. നാളെ ടീച്ചറെ കളിയാക്കോ? മഞ്ഞോട് പറയണ്ടാ. പല പറയും പോലെ. കണ്ണഞ്ചാട്ടാ ഈ വരണ വെള്ളിയാഴ്ച രമയുടെ പിറന്നാളാട്ടാ. എന്തെങ്കിലും ഉണ്ടാക്കി താട്ടാ. നാളെ നീ എന്റെ കൂടെ അല്ലേ ഓടണേ? കണ്ണഞ്ചാട്ടാനെ ഫസ്റ്റ് അടിക്കും നോക്കിക്കോ. നിനക്ക് ഈ ഓട്ടത്തിന്റെ നിയമൊക്കെ അറിയാടാ? ഓട്ടത്തിന് എന്ത് നിയമടാ? ഓട്ടത്തിനൊക്കെ കുറെ നിയമമുണ്ട്. അതൊക്കെ പഠിക്കണം. പുളുവ കണ്ണഞ്ചാട്ടാ. ഓ അയ്യോ മോനെ, വേം വീട്ടിൽ പൊക്കോ. പിള്ളേരെ പിടിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്. ആ വണ്ടി ഉണ്ടാ സുരേഷ് ഗോപിയുടെ പടത്തിലൊക്കെ ഉണ്ട്. അതിനകത്ത് ആ പിള്ളേരെ പിടിക്കുന്ന ആൾക്കാര്. വേണേ വേം വീട്ടിൽ പൊക്കോ. ഒന്ന് പോയടാ വിളിക്കാണ്ട്. വേണേ വിശ്വസിച്ചാ മതി. അതൊക്കെ അതിൽ തിന്നണ്ടേടാ. അവന്റെ ബാഗ് നിർത്തുന്നോണേടാ. ഭാസ്കരേട്ടൻ എവിടേക്കത്? മാങ്ങയൊക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ. ഈ മാങ്ങ തുടങ്ങിയാ നിർത്തില്ല. അതാ പൊതുവിജ്ഞാനത്തിൽ താല്പര്യം. മാങ്ങ ചെയ്യണം ചേട്ടൻ കേട്ടോ. ഇങ്ങനെയൊക്കെ തേങ്ങയിട്ട് കൊള്ളണം. സ്കൂട്ടർ കാടായോ? എടാ അത് ഇവിടുത്തെ മഞ്ജുളിന്റെ ഞാൻ വാങ്ങിയതാടാ. അവന്റെ അച്ഛൻ്റെ ആയിരുന്നേ.
അവൻ ഗൾഫിലേക്ക് പോയപ്പോൾ ഞാനതാ വാങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ അത് വാങ്ങിച്ച് ഓടിച്ചു നോക്കാൻ കൊണ്ടുപോകും. അപ്പം അങ്ങനെ കൊണ്ടുപോയിക്കാ. ആ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ വണ്ടി. ഏയ് ഇത് കാണാൻ ചേട്ടനുണ്ടാക്കിയതാ. ആണാ? ആഹാ കൊള്ളാലോ. നിങ്ങൾ പുലിക്കുട്ടികളാണല്ലോടാ. നാളെ നിങ്ങളുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ അല്ലേ? അതിലാരാ പുലി? ഉണ്ണിയാ? ഏയ് കണ്ണഞ്ചേട്ടനാ നാളെ ഓട്ട മത്സരമുണ്ട്. കണ്ണഞ്ചേട്ടൻ ഫസ്റ്റ് അടിക്കും. ആഹാ കൊള്ളാലോ നീ. ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓട്ടത്തിലും ചാട്ടത്തിലും എല്ലാം ഫസ്റ്റ് ഞാനായിരുന്നു. ഈ സ്പോർട്സിലൊക്കെ ഫസ്റ്റ് അടിക്കാൻ പേടിയില്ലാണ്ട് ഓടണം. എനിക്കത് നല്ല ധൈര്യമായിരുന്നു. അതുകൊണ്ടായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ്. എനിക്കൊന്നും പേടിയില്ല. ആ അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ലേ. പുലി കഴുതപ്പുലി ആവൂട്ടാ. അച്ഛൻ ഞാൻ പൊക്കോട്ടെ, അവരെ വീട്ടിൽ അന്വേഷിക്കണ്ടാവും. ആണാ? എന്നാ പൊക്കോട്ടെ. അതെ പോണേന് മുമ്പ് ഒരു കാര്യം, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കണം. നല്ലതാണ്. നല്ലതാ കണ്ണഞ്ചേട്ടാ. ആ അതായത് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടണം, ഓടാൻ പറ്റില്ലെങ്കിൽ നടക്കണം, നടക്കാൻ പറ്റില്ലെങ്കിൽ എഴയണം. എന്തായാലും മുന്നോട്ട് തന്നെ പോകണം. അപ്പൊ കാര്യങ്ങളൊക്കെ മുന്നോട്ട് തന്നെ പോട്ടെ. നിങ്ങളും പോട്ടെ, വീട്ടിലോട്ട് പോട്ടെ, വീഴാണ്ട് പോട്ടെ പോട്ടെ പോട്ടെ. അച്ഛനെന്തിനാ പണി? ഇൻഷുറൻസിന്റെ LIC ലാ. അല്ല മാഷേ, ഇതിപ്പോ ട്രോഫിക്ക് നുള്ളിപ്പറിക്കാൻ അവിടെ കൊണ്ടുവെക്കണേ? അത് വെക്കണം. ഈ എല്ലാ കൊല്ലവും ഓഫീസിനുള്ളിൽ ഇരിക്കുന്ന ഇതുപോലത്തെ വലിയ ട്രോഫി ഉണ്ടല്ലോ, അതെടുത്ത് ഇവിടെ കൊണ്ടുവെക്കണം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ എന്നാർക്കെങ്കിലും കൊടുക്കൂ. അതുമില്ല, അതൊക്കെ ഒരു ചടങ്ങാണ്. വാ മാഷ അങ്ങോട്ട് എങ്ങനെയെങ്കിലും പിള്ളേർ ഇതൊക്കെ ഒന്ന് കാണട്ടെ. മാഷോടൊക്കെയല്ലേ? അതൊക്കെ അടച്ചു. അതെ ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചോ. ജോൺസൺ മാഷ് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇവരെല്ലാരും കണ്ണനോടെ നിന്നെ വിളിക്കണം. ഓട്ട മത്സരത്തിന് പേര് കൊടുത്ത കുട്ടികൾ ജോൺസൺ മാഷിന് സമീപം എത്തിച്ചേരുക. ചെസ് നമ്പർ 16 വിളിച്ചേ. ചെസ് നമ്പർ 16 വീണു ഇങ്ങോട്ട് വാടാ. അവിടെ നിൽക്കട്ടാ. മത്സരത്തിൽ പങ്കെടുക്കാത്ത കുട്ടികൾ ട്രാക്കിൽ നിന്ന് മാറേണ്ടതാണ്. ലോങ് ജമ്പിന് പേര് കൊടുത്ത കുട്ടികൾ ലില്ലി ടീച്ചറുടെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഇതാ വിനുവിനെ തോപ്പിച്ചോലല്ല, നിയമം തെറ്റിച്ചാലേ ജോൺസൺ മാഷുണ്ട് നല്ല അല്ലൂട്. പെൺകുട്ടികളുടെ ഓട്ട മത്സരം ഉച്ചക്കഞ്ഞിക്ക് ശേഷം ഇതേ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നതാണ്. പ്രിയപ്പെട്ട കുട്ടികളെ കൈയടിക്കൂ.
ഇതൊന്നും പറ്റി രണ്ടുപേരും മോതിരം സുഖമില്ലല്ലോ, ഒരു കറണ്ട് കേട്ട്. അന്ന് കണ്ണൻ തന്നെ സ്കൂളിലോട്ടത്തിൽ തോറ്റു. അന്ന് കളിപ്പറമ്പില് വിൻചാന്റെ കൂടെ ഓടി ജയിച്ചതാ. എന്നിട്ട് ആളിപ്പോ സുബിച്ചാന്റെ കൂടെ ഓടി തോറ്റുപോയി. അയ്യോ തോറ്റ ചിരിക്കണ്ടേ? നീ കേട്ടിട്ടില്ലേ, തോറ്റവന്റെ ചിരിയാണ് മോനെ ചിരി. ഛേ ഇതൊരു മാതിരി. ആ അതൊക്കെ പോട്ടെ, നീ എങ്ങനെ തോറ്റേ? പേടിച്ചാ? ഏയ് കണ്ണൻചാണ്ട് പേടിയൊന്നുമില്ല. കണ്ണൻചാണ്ടേ തൗസൂര്യപ്പ ആകെ നാണക്കേടായി. പിന്നെ അങ്ങനെ തോറ്റു. കണ്ണൻ ചേട്ടാ വേനപ്പച്ച വെച്ച നീറൂട്ടാ. ആ കാലും പൊട്ടിയാ? ആകെ മൊത്തം പൊട്ടി പൊളഞ്ഞല്ലേ കണ്ണ. വേറെ ചില പിള്ളേരുണ്ട്, അവർക്ക് പേടി ഇത്തിരി കൂടുതലായിരിക്കും. അവർക്ക് കുറച്ച് കഴിവും കൂടെ ഉണ്ടെങ്കിൽ തീർന്നു. ഈ കഴിവൊന്നും പുറത്തിറക്കാൻ പറ്റാതെ അവര് തോറ്റ് നരകിച്ച് വട്ടാവും. വട്ടാവോ? അപ്പൊ പേടി മാറാനുള്ള വഴി പറഞ്ഞു തരും. നന്നായിട്ട് ഇത് എന്നോട് തന്നെ ചോദിക്കണം. ഈ പേടിയൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഈ പേടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഈ സൈക്കിൾ ഓടിക്കലും പിന്നെ നീന്തൽ ഓടിക്കലൊക്കെ ചെയ്യൂലേ, അതുപോലത്തെ ഒരു സാധനം. ഒരിക്കൽ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അതെ എനിക്ക് മനസ്സിലായില്ല മഞ്ജുളൻ ചേട്ടാ. എടാ അതിപ്പോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? പിള്ളേർ അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പറയില്ല മഞ്ജുളോട്ടാ. എടാ നിങ്ങൾ ഈ ബൈക്കൊക്കെ കണ്ടില്ലേ, സ്കൂട്ടർ സൈക്കിളല്ല, അതിന്റെയൊക്കെ പുറകിലെ ചക്രം ശക്തി ഉപയോഗിച്ച് തിരിയുന്നതുകൊണ്ട് മുന്നിലെ ചക്രം തിരിഞ്ഞോടി ആദ്യം എത്തണം. അങ്ങനെ നമ്മുടെ പുറകിൽ ആരെങ്കിലും ശക്തമായി നിന്നാ നമുക്ക് ഓടി മുന്നിലെത്താം. ആർക്കും, ഈ പേടി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ആർക്കും വേണമെങ്കിലും എത്താം. പുറകിൽ കയറിയിരുന്നിട്ട് എന്നിട്ടാണ്? എടാ അതിപ്പോ നല്ലൊരു ചങ്ങായി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ അവൻ വിചാരിച്ചാൽ മതിയല്ലോ, നമ്മൾ രക്ഷപ്പെടും. ബിജു ഇതവിടെ പോയി. അല്ല അമ്മ എന്ത് പണിയായി കാണിക്കണേ? അത് ഈ വയ്യാത്ത നേരത്ത് മാറിയേ, എനിക്ക് ഞാൻ വേണ്ട, ഇത് കുറച്ചും കൂടി അല്ലേ ഉള്ളു, ഞാൻ അരച്ചോളാം. എന്ത് കുറച്ചുകൂടെ? അതും ഈ വയ്യാത്തപ്പോഴാണോ ഇതൊക്കെ ചെയ്യണേ? എനിക്കമ്മേ എനിക്ക് ഈ ഉഴുന്നൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? ഗുളിക മേടിക്കാൻ പോയാൽ ബാക്കി കാശുണ്ടായിരുന്നു, അതിന് മേടിച്ചതാണ് ഞാൻ. എന്തോരം പണിയെടുത്ത ഞാനാണ്, എനിക്കിപ്പൊ പണിയെടുക്കാൻ പാടില്ലാണ്ടായല്ല. അയ്യോ എന്റെ മോന് പച്ചപ്പയറും കഞ്ഞിയും കുടിക്കണ കണ്ടിട്ട് ഞാൻ മോന് വല്ലതും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. ആ നാളെ ചമ്മന്തി ഉണ്ട് കേട്ടാ. കിട്ടിയോടാ? ആ റോസാ ചെടിയിലെ പൂ ആരാണോ പൊട്ടിച്ചേ? നല്ല പൂവായിരുന്നു, കഷ്ടായി. നീയല്ലടാ പൊട്ടിച്ച് നോക്കണ്ടോ? നീ ശരിക്കും മറന്നേ കേട്ടെ തന്നെ പുസ്തകമാണ് സത്യം പറത്തല്ല പൊട്ടിത്തെറിക്കൂട്ടാ. ഇത് കത്ത് വെച്ച പുസ്തക രമയ്ക്ക് കൊടുക്കാൻ. നിനക്ക് വട്ടാ നീ വന്നേ? നീയേ ഇന്ന് ഉച്ചക്കഞ്ഞി മേടിക്കണ്ടേ? ഇന്നേ എന്റെ അച്ഛമ്മ ദോശ ഞാൻ വന്നിട്ടുണ്ട്, എന്റെ കോഴിമട്ടി ഉണ്ട്. നമുക്ക് വരാൻ നിന്ന് കഴിക്കറാ. റിബൺ കെട്ടി കാറാനാണെന്നടാ. നോക്കടാ കല്യാണല്ലേടാ.
എന്താ കണ്ണ രാത്രി ഒരു ചുറ്റിക്കളി? അല്ല, നാളെ അവനെ പറഞ്ഞാളല്ലേ, അപ്പൊ അവന് സമ്മാനം കൊണ്ടുവന്നാണ്. നാളെ രാവിലെ കൊടുത്താ പോരെ ഈ രാത്രിയില്? അതല്ല, അവന് നീ എട്ടിക്കാൻ. ആ ഇത് നീ ഉണ്ടാക്കിയതാ? നന്നായിട്ടുണ്ടല്ലോ. അപ്പൊ എന്നാ ശരി. അല്ല പോണ്ട, ഇങ്ങോട്ട് വാ. വല്ല ഇഴജന്തുക്കളുണ്ടാവും. വാടാ. ചോറിന് നീ ചോറുണ്ടോ? എന്താ കൂട്ടാൻ? പരിപ്പറി. നേരത്തെ പോയിട്ട് ഉറങ്ങിക്കോട്ടാ. നാളെ രാവിലെ നമുക്ക് അവൻ ഞെട്ടിക്കണ്ടേ. പൊക്കോ. മാമന്റെ അടുത്ത് പൂരത്തുണ്ട് ഷർട്ട്, ഇതിലും നന്നായിരുന്നു. അതാ അത് ഇതിനേക്കാളും വലുതായിരുന്നു. ഇത് പാകാ. ഇത് നല്ല ഷർട്ടാടാ. ഞാൻ പോയിട്ട് വരട്ടാ. ആ കണ്ണാ, പൂരം കാണാൻ പോണ്ടാ. ഞാനേ കട കൂട്ടിയിട്ടേ സ്കൂളിലേക്ക് വരാട്ടാ. ഞാൻ കൊണ്ടുപോടാ. ടൗണിന് പുതിയ ഷർട്ട്, ചന്ദനക്കുറി, രസായിട്ടുള്ള പിറന്നാള്. നിനക്ക് സമ്മാനം വേണ്ടേ? ദേ അവിടെ ഇരിക്കണ്. ഉണ്ണിക്ക് കോൾ അടിച്ചല്ലോ. അല്ലേ പൂരത്തിന് സ്കൂളിൽ പോകാൻ ഒരു പാടാ. നോക്കി അവന്റെ ഒരു സന്തോഷം. ഉച്ചയ്ക്ക് ഉണ്ണിരജ വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ അതെ ഇതൊടിക്കാൻ പഠിക്ക്, എന്നിട്ട് അത് ബസ്. എന്താ ശരിയാക്കി തരാം. ഞാൻ ശരിയാക്കാം. ശരിയാക്കാടാ. വേണ്ട. ആ നിനക്ക് ചെയ്യാറിയോ? അതൊക്കെ എനിക്കറിയാം. നോട്ടെ. ബും ബും ബും.